ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് പത്തിരിയും ചിക്കൻ കറിയുമാണ്. നമ്മൾ പൊടി വാട്ടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് അരിപ്പൊടി എടുത്ത് വയ്ക്കുക. അതിൽ നമ്മൾ അപ്പത്തിനൊക്കെ കലക്കണ രീതിക്ക് നല്ല ലൂസ് മാവായിട്ട് എടുക്കുക. എന്നിട്ട് ഉപ്പിടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. വേഗം തന്നെ കുറുകി നമുക്ക് വേണ്ട പത്തിരിയുടെ പൊടിക്ക് വേണ്ട ആ ഒരു ഇതിൽ ടെക്സ്ചറിലേക്ക് വരും. പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ പരത്തി ഒരുപാട് കുഴച്ച് മിനുസപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചെടുക്കുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റ് മാവാവും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് ഉരുള ആക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ പത്തിരി പ്രസ്സിലിട്ട് പരത്തിയെടുക്കുക. പത്തിരി പ്രസ്സിൻ്റെ ഒന്നും നോക്കണ്ട, അതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പത്തിരി പ്രസ്സൊക്കെയാണ്. അതിൻ്റെ ഉള്ളിലത്തെ സാധനം മാത്രം മാറ്റി ഉപയോഗിക്കുന്നതാണ്. പിന്നെ മേളത്തെ പൊടിയൊക്കെ തട്ടിക്കൊടുത്ത് നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ചൂടായ പാനിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കേ വേണ്ട. ഒരു ഭാഗം ചൂടായി വരുമ്പോൾ അപ്പത്തിൻ്റെ മറുവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ നല്ല പോളച്ച് വരും. നല്ല പോള വരുമ്പോൾ ജസ്റ്റ് നമ്മുടെ ചട്ടകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് പോളം വന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊക്കെ നല്ല വെന്ത് കിട്ടും. കണ്ടതുപോലെ നല്ല സോഫ്റ്റ് അപ്പമായിട്ട് നമുക്ക് കിട്ടും. ചൂടാറി കഴിയുമ്പോൾ ആവിയൊക്കെ കളഞ്ഞിട്ട് അടച്ചു വയ്ക്കുക. അടുത്ത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. മുളകും പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി വറുത്ത് വയ്ക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് പെരുംജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് വാടി വരുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ സബോള അത് ഇട്ട് വാട്ടി കൊടുക്കണം. സബോള വേഗം വാടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. സബോള വേഗം വാടി കിട്ടാൻ ഉപ്പിട്ടാൽ മതി എന്ന് പറയുന്നത് കേൾക്കാം. ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ സബോള വാട്ടുമ്പോൾ തുടക്കത്തിലിട്ട് കഴിഞ്ഞാൽ വേഗം വാടി കിട്ടും. പിന്നെ കറിവേപ്പില അതും കൂടി നന്നായിട്ട് ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുക. വാടി വരുന്ന സമയത്ത് മുറിച്ച് വെച്ച തക്കാളി അത് കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് 3-4 വറുത്തത് നമുക്കതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോൺ കയ്യിൽ പിടിച്ചതാക്കണ കാരണം നമുക്ക് കറക്റ്റായിട്ട് ഇളക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഫോൺ താഴെ വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ. മിക്സ് ചെയ്ത ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. വെന്ത് വരുമ്പോൾ ഇച്ചിരി ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. ഇത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല പൗഡറാണ്. ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ട് മൂടി വയ്ക്കുക. സെർവ് ചെയ്യുന്ന സമയത്ത് പത്തിരിയുടെ മുകളിൽ ഇച്ചിരി നാളികേരപ്പാൽ കൂടി ഒഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.